എന്തായാലും കെ പി ശശികല അവർ ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്. ടീച്ചറെ, ഈ ഒരു സംഗമം വലിയ വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. എന്താണ് ഇതിലൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? മഹാക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം എന്നവരുടെ ആദ്യത്തെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മാർഗമാണ്. ലക്ഷ്യം സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളത്, അതിന്റെ മാർഗം മഹാക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2008 ഒരു ജയമാല വിവാദം തുടങ്ങിയിടത്താണ് 10 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പ ഭക്തർ കണ്ണീരും കയ്യുവണിഞ്ഞ് നിൽക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോ ഒരുപക്ഷെ അന്ന് അയ്യപ്പ ഭക്തന്മാരെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നക്കിക്കൊല്ലുകൊണ്ടാണെങ്കിലും എങ്ങനെ ഏത് രൂപത്തിലാണ് നശിപ്പിക്കുക നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശബരിമല കേരളത്തിന്റെ പുണ്യമാണ്. ശബരിമല സംരക്ഷിച്ചേ മതിയാകുന്നു. ശബരിമല സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസം ആദ്യം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ ശബരിമലയിൽ വേണ്ടു. വികസനം വേണം. അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയ മഹാരഥന്മാർക്ക് ഒരുക്കിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിന് അത്തരം സൗകര്യങ്ങൾ വിരിവെക്കാനുള്ള സൗകര്യം, ഇതിനൊക്കെ വേണ്ടിയാണ് ശബരിമലയുടെ ആകമാനമുള്ള വികസനത്തിന് വേണ്ടിയാണ് ആ സംഗമവും നടത്തിയെന്നാണ് പറയുന്നത്. ആ വികസനത്തിൽ വിശ്വാസം ഘടകമായിട്ടില്ല. വികസനം എന്ന് പറഞ്ഞാൽ കണ്ണു മൂക്കില്ലാത്ത വികസനം ശബരിമലയിൽ പറ്റില്ല. കാരണം അവിടുത്തെ പ്രകൃതി, അവിടുത്തെ വന്യജീവികളെ ഇവരെയൊക്കെ സംരക്ഷിക്കണം. കാരണം അയ്യപ്പൻ അവരുടെയൊക്കെ കാവൽക്കാരൻ കൂടിയാണ്. അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിലാണ് അയ്യപ്പൻ അവിടെ എന്ന് പറയാം. അപ്പൊ ആ പ്രകൃതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ കേടുപറ്റാതെ എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള വികസനം വേണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനം വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ധർമ്മസ്ഥലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷ ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നവര്, സമുദായ സംഘടനാ നേതൃത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവർ കൂടിയിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ 3 കാര്യം: വിശ്വാസം, വികസനം, സുരക്ഷ. ആ സംഗമത്തെക്കുറിച്ച് പല വിമർശനങ്ങളും, ആളില്ലാത്ത കാര്യം, ഇതൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇവിടെ വളരെ അഭിമാനം തോന്നുന്നു ആ സംഗമം കണ്ടത്. കാരണം മറ്റൊന്ന്, അയ്യപ്പ ഭക്തർ അത് സ്വയം ബഹിഷ്കരിച്ചു. ഒരു വലിയ സർക്കാർ മെഷീനറി അതിന്റെ പുറകിലുണ്ടായിരുന്നു, നിർബന്ധം അതിന്റെ പുറകിലുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിട്ടും അവർക്ക് ആ കസേരകൾ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. എന്റെയൊക്കെ മനസ്സിൽ തോന്നുന്നു ഒരു കേഡർ സംവിധാനം CPM-നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റിയോട് ആളെ കൊണ്ടിരുത്താൻ പറഞ്ഞാൽ ആ കസേരകൾ നിറയുമായിരുന്നു. പക്ഷെ അവർക്ക് പറയാൻ നിർവാഹമില്ല. കാരണം പത്തനംതിട്ടക്കാർ അയ്യപ്പ ഭക്തര്, അവര് വരില്ല. ഇത് നമ്മൾ നവോത്ഥാന മതിലിലും കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും പൊളിഞ്ഞു പോയി. ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് പൊളിഞ്ഞു. കാരണം അയ്യപ്പ ഭക്തർക്ക് അറിയാം എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്. ഈ സംഘപരിവാർ രഹസ്യമായി ഈ ബുക്കിംഗ് 5000 പേരുടെ ബുക്ക് ചെയ്ത് ആളെ പറ്റിച്ചതാണ്, അവര് പിന്നെ പോരുന്നൊരു അടക്കം പറച്ചില്ല. ഇത്രയും കഴിവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അവാർഡ് തരാൻ പറഞ്ഞു. അല്ല, അത് ശരിയാ. അങ്ങനെയല്ല, ആ കസേരയിലൊക്കെ ആളുണ്ട്. പക്ഷേ CPM-ന്റെ ആളുകൾ നോക്കുമ്പോഴേ കാണുള്ളൂ. അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ അവർ ഇൻവിസിബിളാണ്. അങ്ങനെ അത്ഭുതമുള്ള ആളുകളായിരുന്നു അവിടെ. ഈ സംഗമവുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശം ഉണ്ടെങ്കിലും അതും സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ദേവസ്വം മന്ത്രി ഇന്നലെ പറഞ്ഞത്. തീർച്ചയായും സർക്കാരിലൂടെ നടപ്പാൻ സാധിക്കുമെന്നുള്ളത് സർക്കാർ അത്തരമൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. നിർദ്ദേശം ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. നടത്താനുള്ള സമ്മർദ്ദ ശക്തിയായി പെരുമാറുകയും ചെയ്യും. വലിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യഥാർത്ഥ ഭക്തരുടെ സംഘവുമാണ് പന്തളത്ത് എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദവും സംഘാടകരുടെ. രഞ്ജിത്ത് രാമചന്ദ്രനുമാണ് പന്തളത്ത് നിന്നും ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ വിശദ വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറിലും അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.